പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക. അതിനകത്ത് അന്തർലീനമാക്കി ദൈവം വച്ചിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളുടെ ആഴത്തിലുള്ള ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് ജ്ഞാനിയായി മാറുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യകത. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ ഇന്നലത്തെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് അഥവാ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഈ ക്ലാസ്സിൽ പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമേ പറയാം, ആണത്തമുള്ള ട്രംപ് എന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം പൗരുഷമുള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വീരവാദങ്ങളോ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെയോ സമ്പത്തിനെ കുറിച്ചോ ഒന്നുമല്ല. ഞാൻ ഏറ്റവും അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസനീയമായി ഡൊണാൾഡ് ട്രംപിനെ വേൾഡ് കിങ്, ലോകത്തിൻ്റെ രാജാവ്, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു ജ്ഞാനി എന്ന് പറയാൻ എന്നെ സംബന്ധിച്ച്, ഈ ഒരു ജോസ് ബദർ എന്ന എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണ്. ലോകത്തെ നോക്കിയല്ല പറയുക. ഞാനും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞാൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതിപ്രകാരമാണ്: ആണും പെണ്ണുമായിട്ടിരുന്നാൽ മതി, അല്ലാതെ ട്രാൻസ്ജെൻഡറുകളെ ഇനി ഇവിടെ ആവശ്യമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ സംഭവമാണ്. അത് വലിയ ഒരു രഹസ്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതാണ്: അദ്ദേഹം ശരിയായ വചനത്തിൽ കൂടെ ആഴത്തിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തെ അദ്ദേഹം ആസ്പദമാക്കി പഠിക്കുന്നു, ദൈവവചനത്തെ അദ്ദേഹം ഉൾക്കൊള്ളുന്നു, ദൈവവചനത്തിൽ അദ്ദേഹം ആഴത്തിൽ ആശ്രയിക്കുന്നു, അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ഇതൊക്കെ വലിയ ചർച്ചാ വിഷയം, ലോകം മുഴുവൻ സുവിശേഷം അറിയാൻ ഒരു കാരണമാവുകയും ചെയ്യുന്ന അവസ്ഥയും ഇതിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ആണും പെണ്ണും, പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം, ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ്, ആത്മാവ് പോയി എന്ന് തോന്നുന്നു. അതിൻ്റെ കാരണം വെച്ചാൽ, ഒരു കൃത്രിമമായ ഒരു അവസ്ഥയിലേക്കാളേറെ ദൈവം സൃഷ്ടിച്ച ആ അവസ്ഥയിൽ മനുഷ്യൻ തുടരേണ്ടതുമാണ് എന്ന് പ്രബോധിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനെ ഉപോത്ബോധകമായി പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു വചനം ഇതാണ്. അത് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനമാണ്. അവിടെ ഇപ്രകാരം ഇരിക്കുന്നു, 3-ാം തിരുവചനം: ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞല്ല ഇരിക്കുന്നത്, എഫ്രായിം നീ പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമാണ്, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല, കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ഇതാണ് വചനം. അതിനകത്ത് തങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ അവർക്ക് കഴിയുന്നില്ല. ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ചിന്തയിലും ഭാവനയിലും മനുഷ്യൻ വളർന്ന് പഠിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അവിടെ ദൈവിക പദ്ധതി ഒരു മനുഷ്യനെ നിലനിൽക്കണമെങ്കിൽ ആ മനുഷ്യൻ ആണായിട്ടും പെണ്ണായിട്ടും തന്നെ ഭൂമി നിലനിൽക്കണം. ആണും പെണ്ണും കൂടി വേണം വിവാഹം നടത്താൻ. അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്ന കുഞ്ഞാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ പകർന്ന് തലമുറകളായി, യുഗങ്ങളായി കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഘടനയ്ക്ക്, ആണിൻ്റെ ഘടനയ്ക്കും പെണ്ണിൻ്റെ ഘടനയ്ക്കും മാറ്റം വന്നാൽ, അതിൻ്റെ തത്വസംഹിതകൾ, പ്രത്യേകിച്ച് ലിവിങ് ടുഗദറോ അല്ലെങ്കിൽ സ്വർഗഭൗമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വന്നാൽ അവിടെ ദൈവിക പദ്ധതികൾ മുറിഞ്ഞു പോകുമെന്നും അത് നശിച്ചു പോകുമെന്നും അവർക്ക് തൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ കഴിയുകയില്ല എന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് വ്യക്തിപരമായിട്ട്. അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു വചനം കൂടിയാണ് ഞാൻ കോട്ട് ചെയ്ത് സംസാരിക്കുക. ആ വചനമാണ്: തങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ അവർക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ശരിയായ ഒരു മാനസാന്തരത്തിലേക്ക്, ശരിയായ ദൈവത്തിലേക്ക് ഒരു തിരിഞ്ഞു പോക്ക്, ശരിയായ ദൈവത്തിൻ്റെ അടുത്തേക്കൊരു പോക്ക്. ആണും പെണ്ണും അല്ലാതെയുള്ള ജീവിത രീതിയിൽ എങ്ങനെ ചെയ്താലും
അത് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ, അതായത് ശരിയായ മാനസാന്തരം പശ്ചാത്താപത്തിലേക്ക് വരുവാൻ അവർക്ക് കഴിയുകയില്ലെന്ന് ഹോസിയ പ്രവചന പുസ്തകം 5-ാം അധ്യായം അതിന് 3-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിരുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആണും പെണ്ണുമായിട്ടിരുന്നാൽ മതി, ഇനി അങ്ങനെയുള്ള അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വേണ്ട എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഇനി നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ വശം ചിന്തിക്കുകയാണ്. ആ രണ്ടാമത്തെ വശം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത സമയത്ത് ഇന്നു മുതൽ അദ്ദേഹം വളരെ ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചില ബില്ലുകൾ പാസ്സാക്കുക, അല്ലെങ്കിൽ ചില വാഗ്ദാനങ്ങൾ പാലിക്കുക, നടപ്പാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ കേരള സഭയെ ഞാനിപ്പോൾ എടുക്കുമ്പോൾ എൻ്റെ ഭാവനയിൽ കണ്ട ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമല്ല. എൻ്റെ മനസ്സിൽ ഭാവനയിൽ ഞാൻ കണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശക്തനും ധീരനുമായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരാണത്വമുള്ള, ചങ്കൂറ്റമുള്ള, ധൈര്യമുള്ള, ഒരു പൗരുഷമുള്ള ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു ലോക നേതാവ് എന്ന നിലയിൽ ഈ എറണാകുളം അങ്കമാലി രൂപതയിലേക്ക് നമ്മൾ അദ്ദേഹത്തെ ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഈ പ്രശ്നം, കേരള സഭയിലെ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം കേരളത്തിൽ വരുന്നു, എറണാകുളത്തേക്ക് വരുന്നു. ചർച്ചകൾ ആരംഭിച്ചു. 2 ഭാഗവും ഡൊണാൾഡ് ട്രംപ് കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്. കാരണം അദ്ദേഹം പറയാൻ കാരണം ഉണ്ടായത് ഞാൻ ആ ഒരു കാരണോട് പറഞ്ഞുതരാം. അദ്ദേഹം മറുപടി പറഞ്ഞാൽ 50 വർഷം മുമ്പ്, ഇന്നേക്ക് 50 വർഷം മുമ്പ് എറണാകുളം അങ്കമാലി രൂപതയിൽ എങ്ങനെയാണോ വിശുദ്ധ ബലി അഥവാ കുർബാന അർപ്പിച്ചിരുന്നത് അതുപോലെ ചെയ്യുക. പ്രശ്നം ഇവിടെ തീർന്നു. ഇനി ഇതിൽ മേൽ ഒരു ചർച്ചയോ തീരുമാനമോ ആവശ്യമില്ല. ഒരു മെത്രാൻ്റെയോ ഒരു കർദിനാളിൻ്റെയോ ഒരു മാർപ്പാപ്പയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഈ പ്രശ്നം ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ച് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. വേറൊരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന് ചോദിച്ചാൽ, അത് മനസ്സിലാക്കേണ്ടത് തിമോത്തിയോസ്കാർക്ക് എഴുതിയ ലേഖനം 1 തിമോത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായത്തിലെ 6-ാം തിരുവചനത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എന്നാണ് പറയുന്നത്. ആ ചില ആളെന്ന് പറയുന്നിടത്ത് ചില മെത്രാന്മാർ, ചില സിനഡുകൾ എന്ന് നമ്മൾ ചേർത്ത് വെച്ച് പറയണം. ചില സിനഡുകൾ, ചില മെത്രാന്മാർ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം. ഇത് ഞാൻ സ്വന്തം പറയുന്നില്ല കേട്ടോ, വിശദീകരണത്തിലുള്ള വചനമാണ്. എന്നാൽ അവരെന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിവില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ചില ആളുകൾ നടത്തി ചില മെത്രാന്മാരെ ചില സിനഡുകളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ സമുദായ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയങ്ങളിൽ ബോർഡ് വെച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സർക്കുലറും വായിച്ചു. ദേവാലയങ്ങളിൽ സമുദായ ശാക്തീകരണം എന്ന് പറഞ്ഞൊരു ബോർഡും കാണുന്നുണ്ട്. എന്താണ് ശരിക്കും അതിൻ്റെ ഒരു ശരിയായ വശം? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവാലയത്തിൽ പോയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, സമുദായ ശാക്തീകരണം എന്ന് പറഞ്ഞു, 2025. ആ ബോർഡ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞാൻ മനസ്സിൽ ചിന്തിച്ചിങ്ങനെയാണ്, അതായത് കത്തോലിക്ക സഭയിൽ സർവശക്തനായ യേശു ക്രിസ്തു ഒരിക്കലും ഒരു സമുദായത്തെ സൃഷ്ടിച്ചിട്ടില്ല. യേശു ക്രിസ്തു പത്രോസിനൊക്കെ പറഞ്ഞത്, പത്രോസെ നീ പാറയാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത്. കത്തോലിക്ക സഭയ്ക്ക് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ റോമാക്കാർക്കെന്ന ലേഖനം മുതൽ അപ്പസ്തോല പ്രവർത്തനം ഇങ്ങോട്ട് വന്നാൽ സഭയെന്നും കൂട്ടായ്മയെന്നുമാണ് പറയുന്നത്. സമുദായം എന്നൊരു വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ ഇതാണ്. നമുക്കറിയാം, ഈഴവ സമുദായം, ഹിന്ദു സമുദായം, മുസ്ലിം സമുദായം, അതുപോലെ തന്നെ സിഖ് സമുദായം, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു സമുദായം, അല്ലെങ്കിൽ പാഴ്സി സമുദായം, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും ഓരോ രീതിയിലുള്ള മതഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജനങ്ങളുടെ കൂട്ടായ്മയാണ്. ഇപ്പോൾ ഹിന്ദു സമുദായം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു കൂട്ടായ്മ. അതിന് സഭയ്ക്ക് പുറത്തുള്ളവരെ നമ്മൾ സമുദായം എന്നാണ് പറയുക. എന്നാൽ സഭയെ ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥത്തിൽ സമുദായം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, ചില ആളുകൾ എന്ന് പറയുന്നിടത്ത് 1 തിമോത്തിയോസ് 1:6 ഈ വചനം പറഞ്ഞിരിക്കുന്നത്. ചില ആളെന്ന് പറയുന്നത് ചില സിനഡുകൾ, ചില മെത്രാന്മാർ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമുദായം എന്ന് പറഞ്ഞൊരു ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട്.
നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം. വലിയ നിയമങ്ങൾ, വലിയ തത്വസംഹിതകൾ, വലിയ ഫിലോസഫികൾ, വലിയ തിയോളജികളൊക്കെ സഭയിൽ കൊണ്ടുവന്ന് വലിയ പ്രബോധനം ജനങ്ങൾക്ക് കൊടുത്ത് ജനത്തെ ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി 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 വലിയ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തത്വസമിതികളായിട്ട് വന്ന് വലിയ പ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം. എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ നിശ്ചയമില്ല, അറിവില്ല. സമുദായ ശാക്തീകരണം എന്ന് പറയുന്നത് പൊട്ടത്തെറ്റാണ്. അതൊരിക്കലും അതിനാൽ തന്നെ നീതീകരണമില്ല. ഇതിനകത്ത് വിശദീകരണത്തിൽ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. സമുദായ ശാക്തീകരണം എന്ന് പറയുന്ന വാക്ക് സഭയിൽ പറയാൻ പാടില്ല, അത് തെറ്റാണത്. അപ്പോൾ എന്താണ് ഇവിടെ പറയണ്ടേ? സഭയുടെ ശക്തീകരണം, സഭയുടെ ഉയർച്ച, സഭയുടെ പുരോഗതി, സഭയുടെ കൂട്ടായ്മ, സഭയുടെ കെട്ടുറപ്പ്, സഭയുടെ പ്രാർത്ഥനകൾ, സഭയുടെ ശാക്തീകരണം, സഭയുടെ വികസനം, സഭയുടെ പ്രാർത്ഥനകൾ, സഭയുടെ വികസനോത്മകമായ ലക്ഷ്യം, സഭയുടെ വിശുദ്ധീകരണ പ്രക്രിയ, ഇതൊക്കെയാണ് പറയേണ്ടത്. ഇങ്ങനെയാണ് പറയേണ്ടത്, പഠിപ്പിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. സഭ എന്നാണ് പറയുക. യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വീണെന്താണ്? പത്രോസേ, നീ പാറയാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുന്നു. സഭ എന്ന് പറഞ്ഞ കൂട്ടായ്മ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. അതിന് സഭയ്ക്ക് പുറത്തുള്ളവരെയൊക്കെ ആണ് പറയുന്നത് സമുദായമാണ്. അപ്പോൾ ഇതിനകത്ത് കുരുട്ടുബുദ്ധി ഏതാണ്? ഇതിനകത്ത് കുരുട്ടുബുദ്ധി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വരും കാലങ്ങളിൽ, വരാനിരിക്കുന്ന കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ ഒരു പ്രവചന രൂപത്തിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് കർത്താവ് തന്ന സന്ദേശം അനുസരിച്ച് എന്താണ്, നമ്മളെ സഭ എന്ന സംഭവത്തിൽ നിന്നും താഴ്ത്തി, നമ്മൾ തന്നെ സ്വയം താഴ്ത്തി സമുദായത്തിൻ്റെ ഒപ്പമാകുന്നു. ഒരു ഹൈന്ദവ സമുദായം പോലെ സഭയാവുന്നു, ഒരു മുസ്ലിം സമുദായം പോലെ സഭയാവുന്നു. സഭ എന്നൊരു വാക്കിനി ഉണ്ടാവാൻ പാടില്ല. സഭയല്ല, നമ്മൾ സമുദായമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ആൾക്കാരുടെ ഒപ്പമുള്ളൊരു ഭാഗമാണ് നമ്മൾ. നമുക്കായിട്ട് പ്രത്യേകിച്ചൊരു നന്മയോ പ്രത്യേകിച്ചൊരു ഗുണമോ ഒന്നുമില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ആളുകളല്ല നമ്മൾ, നമ്മുടെ സമുദായത്തിൻ്റെ ആളുകളാണ്. ജനങ്ങൾ ഈ ലോകത്തിലെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ, രാജ്യത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മപ്പെട്ട ഒരു സാധനം. ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ താമസിക്കുന്നത് അവരുടെ കൂടെ നമ്മൾ താമസിക്കുന്നു, മുസ്ലിങ്ങൾ താമസിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ താമസിക്കുന്നു, ഈഴവ സംസ്ഥാനം താമസിക്കുന്നത്, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ നമ്മൾ പഴയ കാലങ്ങളിൽ കേൾക്കില്ല. പിന്നെ നിയമസഭയിലൊക്കെ പാസ്സാക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പ്രത്യേക വികസന പ്രവർത്തനങ്ങൾ, ഫണ്ടുകൾ കൂടുതൽ, അതൊരു വിഭാഗമാണ്, അതൊരു സമുദായമാണ്. അതുകൊണ്ട് നമ്മളൊരു സമുദായമാണ്. നമുക്കെന്ത് പ്രത്യേകത? നമുക്കൊരു പ്രത്യേകതയില്ല. നമ്മൾ വെറും സാധാരണ മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ വരുംകാല പീഡകളിൽ, വരാനിരിക്കുന്ന പീഡകളിൽ സമുദായത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് സമുദായത്തിലേക്ക് ചെന്ന് കയറാൻ എളുപ്പമുണ്ട്. ഹിന്ദു സമുദായത്തിൽ എന്ന് കേട്ടപ്പോൾ ഞങ്ങളെ രക്ഷിക്കണേ പറയാൻ എളുപ്പമുണ്ട്. മുസ്ലിം സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കണേ പറയാൻ എളുപ്പമുണ്ട്. നമ്മൾ സഭയല്ല, സമുദായമാണ്. നമ്മുടെ അന്തസ്സ്, നമ്മുടെ ജ്ഞാനം, നമ്മുടെ പ്രബോധനം നമ്മളിൽ തന്നെ ഇടിച്ച് താഴ്ത്തുകയാണ്, നശിപ്പിക്കുകയാണ് നമ്മളെ തന്നെ. അതുകൊണ്ടാണ് കഥ പറഞ്ഞത്, ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ചില സിനഡുകൾ അർത്ഥശൂന്യമായ ചർച്ചയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ട് കഥ പറയുന്നത് നിയമപ്രബോധകരാണെന്നാണ് അവരുടെ വാദം. അവർ പറയുന്നത് സമുദായ ശാസ്ത്രികൾ എന്നൊക്കെ പറഞ്ഞാൽ ജനം ഇതിനെല്ലാം കേട്ടിങ്ങനെ യേസു മൂളി നിൽക്കും, ഇതെല്ലാം ശരിയാണ്, ജനം അങ്ങ് കതോർത്ത് കേട്ട് നിൽക്കും. ആർക്കും ബോധമില്ലോ, ക്രിസ്ത്യാനികൾക്ക് ബോധമില്ല എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം കേട്ട് മന്ദബുദ്ധികളായിട്ട് നിന്നോട് വിചാരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ബോധവും ജ്ഞാനമുള്ള വിവരമുള്ള ആൾക്കാർ ധാരാളമുണ്ട്. പിന്നെ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവരങ്ങോട്ട് അരച്ച് കയറിയാൽ, ഇതിവിടെ സഭയുണ്ടായാലും മെത്രാനുണ്ടായാലും സിനഡ് ഉണ്ടായാലും എടുത്ത് ദൂരിട്ടെറിയും. ഒരു 2 ലക്ഷം 4 ലക്ഷം ആൾക്കാർ സിനഡിനകത്തോട്ട് കയറി എണ്ണ പോലെ ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നില്ല, ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ നാളെ ഈ കാണുന്ന സിനഡിനെ കോക്കായിക്ക് പിടിച്ച് ദൂരിട്ടെറിയുന്ന കാലം വരുന്നുള്ളൂ. അത് വരാൻ പോവാ. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, സിനഡ് ശ്രദ്ധിച്ചാൽ, മെത്രാന്മാർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ടത് പറയുകയാണ്. അതാണ് ഇതുകൊണ്ട് തത്വസമിതികളെ പഠിപ്പിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് അടുത്ത പറയുന്നത്, ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിവില്ല. ദൈവം തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് ഇതെല്ലാം. അപ്പോൾ സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് എറണാകുളം മങ്കാമൻ രൂപത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി വിളിച്ചാൽ അദ്ദേഹം അവധി കിട്ടുമ്പോൾ പറയുകയാണ്, ഞാൻ 2 മാസം കഴിയുമ്പോൾ വരാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ കേരള സഭയിലേക്ക് വരുന്നുണ്ട്. കാരണം അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷനായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 50,000 ബൈബിളാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവിടെ വിറ്റഴിഞ്ഞത്. അതെന്ത്, നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് 50,000 ബൈബിള് ഒരു ദിവസം വിറ്റഴിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കത്തോലിക്ക സഭ മറ്റുള്ള മനുഷ്യർക്ക്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് തന്നെ 50,000 ബൈബിൾ ഒരു ദിവസം വിറ്റഴിക്കാൻ ധൈര്യമുണ്ടോ കത്തോലിക്ക സഭയ്ക്ക്? ഈ സിനഡിന് ധൈര്യമുണ്ടോ?
ഈ കത്തോലിക്ക സഭയ്ക്ക് ധൈര്യമുണ്ടോ? പക്ഷേ ഒരു ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവിൽ അടിയുറച്ച ആണത്വം പൗരുഷമുള്ള ആ ട്രംപ് എന്താണ് ചെയ്തത്? 50,000 സുവിശേഷം ലോകത്തിന് വിറ്റു. അന്നത്തെ ദിവസം പബ്ലിഷ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപിനെ എറണാകുളം മംഗാവിലേക്ക് വിളിച്ച് അദ്ദേഹം ഒരു തീരുമാനം പറയും. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എങ്ങനെ 2 പക്ഷവും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ എറണാകുളം അങ്കമാലി രൂപതയിൽ എങ്ങനെ വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നോ അതുപോലെ അർപ്പിച്ചാൽ മതി പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് ടാറ്റ ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റിൽ കയറി അദ്ദേഹം വാഷിങ്ടണിലേക്ക് പോകും. ഈ പ്രശ്നം അവിടെ തീരുകയും ചെയ്യും. ഇത്രയും പ്രശ്നമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ട് എത്രയോ ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിലാണ് ഇവർ തീക്കനൽ വാരിയിടുന്നത്. എത്രയോ കുടുംബങ്ങളിലാണ് ഇവർ വേദന കൊടുക്കുന്നത്. ഒരു മെത്രാന്മാരുടെ സിനഡും കുറേ മെത്രാന്മാരോട് കൂടി ഈ സഭയെ നശിപ്പിച്ച് മുച്ചൂടും നശിപ്പിച്ച് ജനഹൃദയങ്ങളിൽ വേദന കൊടുത്ത് വിശ്വാസം വിശുദ്ധിക്ക് വിളക്കം തെറ്റിച്ച് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് അവരുടെ നിലനിൽപ്പിന് തന്നെ സഭയുടെ നിലനിൽപ്പിന് തന്നെ ഇവർ തുരങ്കം വെച്ച് നശിപ്പിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അമേരിക്കയിൽ ഇതാ ആണും പെണ്ണുമെന്ന് 2 വർഗം മതി, മറ്റ് ട്രാൻസ്ജെൻഡറുകളൊന്നും വേണ്ടതെന്ന് ശക്തമായ തീരുമാനമെടുക്കുന്ന തൻ്റെ ഇടമുള്ള ആണത്വമുള്ള ഒരു രാജാവ്. അദ്ദേഹത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നല്ല പറയുന്നത്, അമേരിക്കൻ രാജാവ് എന്ന് വേണം പറയാൻ. അതാണ് എൻ്റെ ശരി. കാരണം അദ്ദേഹത്തിന് തീരുമാനത്തെ ശക്തമാണ്. ഇവിടെ ഒരു ചർച്ച തുടങ്ങിയിട്ട് കേരള സഭയെ ഇവർ തന്നെ നശിപ്പിക്കുന്നു, ഇവർ തന്നെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ഛർദ്ദിച്ച് തിന്നുന്ന ഈ വർഗം അതാണ് കേരള സഭയിൽ കാണുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിയമപ്രബോധകരാണെന്നാണ് അവരുടെ മോഹം. എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം കർത്താവ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം മൊത്തം ഇങ്ങോട്ട് വായിച്ചു വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത്ര വ്യക്തം. അതുകൊണ്ട് ഹോശേയ പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? ഞാനിപ്പം വായിച്ചുള്ളൂ. 5-ാം അധ്യായം 4-ാം തിരുവചനം 5:4, തങ്ങളുടെ ദൈവത്വത്തിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ വസിക്കുന്നു. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് ദുഷ്ടപിശാച് എവിടെ വസിക്കുന്നു? ഈ നമ്മുടെ കത്തോലിക്ക സഭയിൽ വസിക്കും. അതുകൊണ്ടാണ് വെളിപാട് 18:3 പറഞ്ഞത്, അവൾ അശുദ്ധവും ബീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ വചനം പറഞ്ഞിട്ടുണ്ട് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി. അതുകൊണ്ട് പ്രിയ സഹോദരരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. ഇതെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമായിരിക്കണം. വിവേകം വേണം. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെയൊക്കെ ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എവിടെ നിന്ന് വരുന്നു, ഏത് അശുദ്ധിയിൽ നിന്ന് വരുന്നു, ഏത് വൃത്തികേട്ടിൽ നിന്ന് വരുന്നു നമുക്ക്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, വ്യഭിചാരത്തിന് ദുർഭൂതം നിങ്ങളിൽ വസിക്കുന്നു. കത്തോലിക്ക സഭയിൽ വ്യഭിചാര ദുർഭൂതം വസിക്കുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കില്ല, വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കില്ല, പശ്ചാത്തപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആണത്വം പൗരുഷമുള്ളവർ പറയുകയാണ്, ഇവിടെ ഈ 2 വർഗം മതി, മറ്റു വർഗമൊന്നും വേണ്ട. അന്നത്തെ ദിവസം 50,000 ബൈബിൾ വിൽക്കപ്പെട്ടു, വിതരണം ചെയ്യപ്പെട്ടു. നമ്മുടെ കത്തോലിക്ക സഭയിൽ 500 കൊടുക്കാൻ പറ്റുമോ? അത് ഒരു ചടങ്ങിൽ കൊടുക്കണം, പിന്നെ പണത്തിനായിട്ട് കൊടുക്കണം. പിന്നെ ഒരു 500 ബൈബിൾ കൊടുക്കുന്നുണ്ട്. നാളെ എല്ലാവരും പള്ളി വരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പള്ളി ചെല്ലുമോ? ആർക്കെങ്കിലും ബൈബിൾ വേണോ? വേണ്ട പ്രിയപ്പെട്ടു. തിരിച്ചറിയണം. യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ മുന്നോടിയായി ലോകത്തുനിന്ന് സംഭവിക്കുന്ന സംഭവങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ 16:13 സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും. അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും. അവൻ ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നാൽ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ അടയാളത്തെക്കുറിച്ചും അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനമുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് മുഖേന നമുക്ക് ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ പൂർണ്ണമായി. ഇനി മറ്റൊരു സ്റ്റെപ്പിലേക്ക് രക്ഷപ്പെടാനുള്ള അവസരം നമുക്കില്ലാതെ വരും. അതുകൊണ്ട് ഇത്തരം സമുദായ ശാക്തികളെന്ന് പറയുമ്പോഴും ഇത് കൂട്ട് പോഷ്ക്ക് നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ ആത്മാവ് നമ്മളിൽ തന്നെ ഒരുങ്ങി. ഇനി പോഷ്കിൻ്റെ പുറകെ പോകരുത്. അതെനിക്ക് പറയാനുള്ളൂ. പോഷ്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സഭയ്ക്കകത്ത്. ഇഷ്ടം പോലെ പോഷന്മാരും ഇഷ്ടം പോലെ പോഷ്ക തത്വസമിതികളും നമ്മുടെ പുറകെ മുന്നേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളതിന് വിശ്വസിക്കാനോ അതിനകത്ത് കൈകൊട്ടാനോ അതിനകത്ത് പിന്തുണ കൊടുക്കാനോ നമ്മൾ നിൽക്കരുത്. വിശുദ്ധ ബലിയും കുദാശയും കഴിഞ്ഞാൽ നമ്മുടെ പണി നോക്കി നമ്മൾ പോയിക്കണം. അതുകൊണ്ടാണ് മർക്കോസിന് സുവിശേഷമാണെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത ദിവസം ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത്
അത് എവിടെയെന്ന് കണ്ടുപിടിക്കണം. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചതിന് ശേഷം നിക്കോദേമോസും അരിമത്ഥ്യക്കാരൻ ജോസഫും കൂടെയാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം കുരിശിൽ തറക്കാൻ വേണ്ടി പീലാത്തോസിൻ്റെ അടുത്ത് പോയിട്ട് അനുവാദം ചോദിക്കുന്നത്. അപ്പോൾ അരിമത്ഥ്യക്കാരൻ ജോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം രത്നച്ചുരുക്കം ഇതാണ്: അദ്ദേഹം ആലോചന സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു, എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റിയിലെ ആളായിരുന്നു, അല്ലെങ്കിൽ കൈക്കാരനോ ഒക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം പല കാര്യങ്ങളിലും അവിടെ സംബന്ധിക്കുകയോ പോവുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ അദ്ദേഹം ആ ഒരു കമ്മിറ്റിയിൽ അംഗമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിട്ടു നിൽക്കേണ്ടടുത്ത് വിട്ടു നിൽക്കുക, ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ നമ്മുടെ പ്രസൻറ്റേഷൻ കൊടുക്കുക. ആ രീതി നമ്മുടെ ആത്മാവിന്, മനസ്സിന്, ശരീരത്തിൽ ക്രമീകരിച്ചോണം. കാരണം ഇന്നല്ല നാളെ ഈ തെറ്റായ പ്രബോധനം അടുപ്പിക്കുന്ന ഈ സിനഡും ഈ മത്രമാരും ഇല്ലാണ്ടാവും. അപ്പം നമ്മൾ ക്രിസ്തുവിൽ മാത്രമായിട്ട് ശരണപ്പെടേണ്ടി വരും. ക്രിസ്തുവിനെ മാത്രം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. 25 26 27 വന്നോട്ടെ, ഒരു 3 വർഷത്തോടെ കഴിഞ്ഞ് 20 30 മാസം 2030 വന്നോട്ടെ. അപ്പോൾ അറിയാം പ്രിയപ്പെട്ട ഒരു ലോകം എങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ജ്ഞാനമുണ്ടാകണം. ജ്ഞാനത്തിന് വരമുള്ളവർക്ക് മാത്രമേ 1 അറിവ് വേണം, 2 ജ്ഞാനം വേണം, 3 അതീന്ദ്രിയ ജ്ഞാനം വേണം, സ്വർഗ്ഗജ്ഞാനം വേണം. ഈ ജ്ഞാനമെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതാണ് വായിക്കണം. ഇത് വായിക്കണമെന്ന് പറയുന്നത് ഞാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് കൊണ്ട് തെറ്റായ പ്രബോധനം വരുമ്പോൾ നമ്മുടെ ആത്മാവ് അവിടെയൊന്നും തൊടില്ല. നമ്മുടെ ആത്മാവിനെ അങ്ങോട്ട് നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ അടിയുറച്ചാൽ നമ്മുടെ ആത്മാവിനെ എങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ആഗോള സുവിശേഷ പ്രഘോഷകന്മാർ 10,000 ബൈബിൾ വിറ്റഴിക്കുകയും അദ്ദേഹം തൻ്റെ കർത്താവിൻ്റെ ഉൽപ്പത്തിയിലേക്കും ഓസിയാപ്രാൻ്റെ പുസ്തകത്തിലേക്കും ഒക്കെ പോയുകൊണ്ട് സത്യത്തെ, ഇനി ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം സ്വർഗ്ഗഭോഗത്തെ നിരോധിച്ചെന്ന് വരാം, വേറൊരു സുപ്രഭാതത്തിൽ ലിവിങ് ടൂതറെ അദ്ദേഹം വിലക്കിയെന്ന് വരാം. അങ്ങനെ ആണും പെണ്ണുമായുള്ള വിവാഹം മതിയെന്ന് കൂടെ അദ്ദേഹം സ്ഥാപിക്കുന്ന കാലം അടുത്തുതന്നെ വരും. കാരണം അദ്ദേഹം ധീരനാണ്, ശക്തനാണ്, ആണത്വം പൗരുഷമുള്ളവനാണ്. അവിടെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. അവിടെ ചർച്ചയില്ലാന്ന് തന്നെ അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു പാർലമെൻറ്റ് കൂടി ചർച്ച ചെയ്തിട്ട്, ഒരു സിനഡ് കൂടി ചർച്ച ചെയ്തിട്ട് ഞാൻ ഇത് പ്രഖ്യാപിക്കാൻ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം തൻ്റെ പൗരുഷത്തിന് പറയുകയാണ്, ആണും പെണ്ണുമായ 2 പേർക്ക് മതി, ഇവിടെ മറ്റൊന്നും വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മുടെ കേരളത്തിലോ? പ്രിയപ്പെട്ട തിരിച്ചറിയണം ക്രിസ്ത്യാനികളെ, നിങ്ങൾ തിരിച്ചറിയണം ഇത്തരം പ്രബോധനങ്ങൾ, ഇത്തരം തെറ്റായ കാഴ്ചകൾ. അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 1:6 അതിൻ്റെ 6 ദിനം ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകൾ തിരിഞ്ഞിട്ടുണ്ട്. നിയമപ്രബോധകരാണെന്നാണ് അവരുടെ മോഹം. എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിയില്ല. അതിനിപ്പോൾ സംഭവിക്കുന്നത്. അതിനാ പ്രിയ സഹോദരനെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുമ്പോൾ ഇതിനകത്ത് കേൾക്കുന്ന നിഗൂഢ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് നമ്മുടെ ആത്മാവ് മറ്റൊന്നിലും കുടുങ്ങിപ്പോകരുത്, ഒന്നിലും നശിച്ചു പോകരുത്. നമ്മുടെ ആത്മാവിനെ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ പിടിച്ചോണം. ഒരു അശുദ്ധിയിലേക്കോ, ഒരു മ്ലേച്ഛതയിലേക്കോ, ഒരു തത്വസംഹിതകളിലേക്കോ, ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യതിചലിക്കുന്ന ഒന്നിലേക്കും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഇത് ദൈവം തന്നെ ഒരു മിഥ്യാധാരണ നമ്മളിൽ ഉണർത്തും. സമുദായ ശാക്തീകരണമല്ലേ, അത് നമ്മുടെ മെത്രാന്മാർ എഴുതി സർക്കുലർ വായിച്ച് പാസ്സാക്കിയതല്ലേ, നമുക്ക് നാളെ ഇതിന് കൊടിയും പിടിച്ച് റോട്ടിൽ കൂടെ പോകാമെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യുമ്പം ബോധമുള്ള ഒറ്റെണ്ണം പോകരുത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഏത് പൊട്ടതരം പറഞ്ഞാലും ജനം ചിന്തിക്കാൻ കഴിയുള്ളവരെന്ന് മനസ്സിലാക്കാൻ ജനത്തിന് ബോധമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ജനത്തിന് ബോധമില്ലോ, എന്ത് വിഡ്ഢിത്തം പഠിപ്പിച്ചാലും അത് അപ്പാടെ വിഴുകുന്ന ഒരു തരം മന്ദബുദ്ധി ക്രിസ്ത്യാനികളായിട്ട് മാറി നമ്മൾ. എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് ജ്ഞാനമില്ല? വേറൊന്നുമല്ല കാരണം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടാവും. ആ ജ്ഞാനത്തിൻ്റെ കർത്താവ് പറയുന്നുണ്ട്, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം, ദൈവഭക്തിയാണ് എനിക്കിഷ്ടം. അത് കർത്താവ് പറയുന്നുണ്ട്, പ്രഭാഷണ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം, ദൈവഭക്തിയേക്കാൾ എനിക്കിഷ്ടം ദൈവജ്ഞാനമാണ്. ആ ദൈവജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ നിമിത്തം പുതിയ നിമിത്തം വന്നപ്പോൾ യേശു ക്രിസ്തു തിരുവചനം സുവിശേഷമാണ്. സുവിശേഷത്തിലെ ജ്ഞാനമാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ യേശുവിനെയാണ് എനിക്കിഷ്ടം. യേശുവിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ ജീവനം, എൻ്റെ വിശ്വാസവും വിശുദ്ധിയും എൻ്റെ ജ്ഞാനവും വിവേകവും എല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനാണ്. അതാണ് അതിനർത്ഥം. അതിനെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത് കുറച്ച് സാങ്കല്പികമായിട്ട് ഞാൻ പറയുമായിരുന്നു, ഡൊണാൾഡ് ട്രംപിനെ കത്തോലിക്ക സഭയിലേക്ക് വിളിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, അദ്ദേഹം വന്നാൽ നിശ്ചയം ഞാൻ പറയുന്നു അദ്ദേഹം എടുക്കുന്ന തീരുമാനം ഈ തീരുമാനത്തെ വ്യതിചലിക്കില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? ആണും പെണ്ണുമായിട്ട്. അപ്പോൾ ആണും പെണ്ണെ കുറിച്ച് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആണും പെണ്ണുമായിട്ട് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയോ അഗാധമായി ചിന്തിച്ചുകൊണ്ടാണ്, എത്ര അഗാധമായ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് ഇത്തരം പ്രസ്താവന നടത്തിയിരിക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ സഭയ്ക്ക് എവിടെ ജ്ഞാനം? ചിന്തിച്ചോ മക്കളെ, ചിന്തിച്ചോ. നമ്മൾ നശിച്ചു പോകാൻ പാടില്ല. നമ്മൾ
ഞാൻ ഈ പറയുന്ന ക്ലാസ് കേട്ട് നിങ്ങൾ ഒരുങ്ങുക പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ വരവിൻ്റെ സമയം കാലം അടുത്തെത്തി. ഇനി ഏതാനും വിരലിടുന്ന വർഷങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരു വലിയ സ്ഫോടനത്തോടെ, വലിയൊരു വിപ്ലവത്തോടു കൂടി ഈ ലോകം അതിൻ്റെ അന്ധകാരത്തിൽ പ്രവേശിക്കുന്ന കാലം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ട് തയ്യാറാക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രബോധനത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് നിത്യരക്ഷയുണ്ട്, നിത്യജീവിതമുണ്ട്, നിത്യമഹത്വമുണ്ട്. കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കുമ്പോൾ അവൻ്റെ കൂടെ പോകുവാൻ, യോഗ്യമായ എല്ലാ വിശുദ്ധിയോടെ നിൽക്കുവാൻ നമുക്ക് ബാധ്യതയും ചുമതലയും കടമയുണ്ട്. അതുകൊണ്ടാണ് ദൈവം തന്നെ ഇത്തരം മിഥ്യാധാരങ്ങളെ അയക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഈ മിഥ്യാധാരങ്ങളുടെ പോകരുത്. ഇപ്പോൾ സിനഡല്ലേ, അച്ഛനല്ലേ, മെത്രാനല്ലേ എന്നോർത്തുകൊണ്ട് പോകരുത്, ചിന്തിക്കരുത്. നമ്മൾ യേശു ക്രിസ്തുവിന് കൂടിയായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 16:13, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും. ആ സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ്. യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പൂർണ്ണതയാണ് ഈ സത്യാത്മാവിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവും വചനവും തമ്മിലുള്ള ഒരു ഒട്ടിച്ചേരലാണ്, ഒരു പൂർണ്ണതയാണ്, ഒരു എത്തിച്ചേരലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫിറ്റായി, യേശുവിൽ സ്ഥാപിക്കപ്പെട്ടു നമ്മൾ. അതുകൊണ്ടാണ് കുറച്ച് ദിവസം പറഞ്ഞത് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, അതിന്മേൽ മറ്റൊന്ന് പണിയുക ആർക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ പൗലോസ് എഴുതി വെച്ചു. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം, ആ അടിസ്ഥാനത്തിൻ്റെ മേൽ ഒരു മെത്രാനോ, ഒരു വൈദികനോ, ഒരു സിനഡിനോ ഒന്നും സ്ഥാപിച്ചെടുക്കാൻ സാധ്യമല്ല. അതാണ് എൻ്റെ അർത്ഥം. നമുക്ക് തോന്നുന്നു ഇതൊക്കെ ഇത് നമ്മുടെ സഭയിൽ കൂടെ ഇങ്ങനെ വരുന്നല്ലേ, സ്വീകരിക്കരുത്. അതുകൊണ്ടാണ് സത്യാത്മാവ് വരണം. സത്യാത്മാവ് പറയുമ്പോൾ എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് സത്യാത്മാവ്. വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവാണ് സത്യാത്മാവ്. അല്ലാതെ മറ്റ് സഭാവിഭാഗങ്ങളുടെയോ സർക്കുലറുകളുടെയോ സിനഡുകളുടെയോ ഒക്കെ കൂട്ടായ്മയിൽ നിന്ന് വരുന്ന തത്വങ്ങളോ തത്വസമിതികളോ പ്രബോധനങ്ങളോ അതല്ല. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് സത്യാത്മാവ് എന്ന് പറയുന്നത് യേശുവിൻ്റെ പരിശുദ്ധം. ആ വചനത്തിൽ മാത്രമേ കിട്ടാൻ പാടുള്ളൂ, മറ്റൊരിടത്തും കിട്ടാൻ പാടില്ല. ആ തിരിച്ചറിവിലേക്ക് ജനം വളർന്നേ പറ്റൂ. വളർന്നില്ലെങ്കിൽ എൻ്റെ കുടുംബ സമാധാനം നഷ്ടപ്പെടും, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടും, എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടും, എൻ്റെ ദൈവത്തിലുള്ള ആശ്രയബോധം നഷ്ടപ്പെടും. ഞാൻ എവിടെ നാശത്തിൻ്റെ വക്കിലേക്ക് വന്നാൽ ഞാൻ നിരാശയുടെ പടുവഴിയിലേക്ക് പോയി ഞാൻ ആത്മഹത്യ ചെയ്യും. ആ അവസ്ഥയിലേക്ക് വരാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് രക്ഷയാണ് ആവശ്യം, നിത്യരക്ഷയാണ് ആവശ്യം. എന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തു അടിയുറയ്ക്കുന്നു പറഞ്ഞ് വിശ്വസിക്കാൻ കാലമായി അതിശക്തമായ ക്രിസ്തുവിലേക്ക് നമ്മൾ വരണം. അതിന് വചനത്തിൽ കൂടെ വരണം. അല്ലാതെ ഇത്തരം മൗഢ്യമായ പ്രബോധനങ്ങളെ പുറകെ നമ്മൾ പോകരുത് പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.